ഈ അരങ്ങൊരുങ്ങലും അണിയിച്ചൊരുക്കലും ഒക്കെ ആയിട്ട് കുറേ കാലമായല്ലോ ഈ പാലക്കാട്ട് തുടങ്ങിയിട്ട്. ഇങ്ങനെ മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കുന്നു, ഇവിടെ ഓരോരുത്തർ പറയുന്നു എന്തല്ല. എന്നിട്ട് ഈ പവനായിമാരിങ്ങനെ ശവങ്ങളായിക്കൊണ്ടേ ഇരിക്കുകയാണല്ലോ. ഇനിയും പവനായിമാർ ശവങ്ങളാവാൻ പോവുകയാണ്. ഇനിയും ഒരുപാട് പവനായിമാർ ക്യൂവിലുണ്ട് ശവമായി മാറാൻ. അതായത് ഇപ്പം അവിടെ ഇഷ്യൂ ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നിയന്ത്രണത്തിന് പുറത്തുള്ള, കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത, പരിഹരിക്കാൻ കഴിയാത്ത ഒരു ഇഷ്യൂവും പാലക്കാടില്ല. ഉണ്ടായിരുന്ന ഒരേ ഒരു ഇഷ്യൂ കോൺഗ്രസിലേക്ക് പോവുകയും ചെയ്തു. ഇനിയും ആ കൺട്രോളിന് പുറത്തുള്ള കേസാണത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ശിവരാജനൊക്കെ പറഞ്ഞതുപോലെ സംഘം പറഞ്ഞു കഴിഞ്ഞാൽ എന്തും ചെയ്യും. അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ആ ഒരു കമ്മിറ്റ്മെൻ്റ് ഉള്ളവർക്ക് അത് കേട്ടേ പറ്റുള്ളൂ. ആ ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം സംഘത്തിന് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അവരൊന്ന് അങ്ങനെ പോകുന്നു. പിന്നെ താങ്കൾ പറഞ്ഞ പോലെ ഓർഗനൈസേഷണൽ കമ്മിറ്റ്മെൻറ്റ് അവർ പറഞ്ഞ കാര്യം, അതായത് പ്രശാന്ത് ശിവനോടൊപ്പമല്ല, ഞങ്ങൾ BJP-യോടൊപ്പമാണ് എന്ന്. അതാണ് അതിന്റെ ശരിയായ നിലപാട്. നരേന്ദ്രമോദിയോടൊപ്പം പ്രശാന്ത് ശിവനെ കണ്ടെത്തിയവർക്കൊപ്പമല്ല, പ്രശാന്ത് ശിവനെ വാഴിക്കുന്നവർക്കൊപ്പമല്ല. ഇനി ഇതെല്ലാം ഈ കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടലാണെന്നാണല്ലോ ഓരോരോ ഘട്ടങ്ങളിലായി സുരേന്ദ്രൻ തട്ടിവിടുന്നത്. അവർക്കൊപ്പവുമല്ല എന്നാണ് ഈ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഞങ്ങൾക്കൊപ്പമാണ്, ഞങ്ങളെന്ന് പറയുന്ന BJP-ക്കൊപ്പമാണ്. ആ ഉപാധിയാണ് RSS അംഗീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അവരുടേതല്ലാത്ത BJP-യുടെ പരിപാടിയിൽ പോകാതിരുന്നത്. വേണു അത് തന്നെയാണ്, അങ്ങനെ തന്നെയാണ്. ഒരു നേതാവിൻ്റെയോ ഒരു നേതൃത്വത്തിൻ്റെയോ ഒപ്പത്തിന് അതിനേക്കാൾ കൂടുതൽ സംഘടനയോടൊപ്പമാവണം ഓരോ പ്രവർത്തകനും. അല്ല, അങ്ങനെയെങ്കിൽ ആ സംഘടനയുടെ പരിപാടി നടക്കുന്ന സ്ഥലത്താണ് അവരുണ്ടാകേണ്ടത്. അല്ലല്ല, അവിടെയാണ് നിതിൻ കണിച്ചേരി മീറ്ററിന്റെ കണക്ക് വരെ വെച്ചുകൊണ്ട് പറഞ്ഞത്. അല്ലെന്നേ, ആ മീറ്ററിന്റെ കണക്ക് വെച്ച് പറഞ്ഞത് അതാണ് നിതിൻ കണിച്ചേരി പറഞ്ഞത്. അങ്ങ് കണ്ടിട്ടില്ലേ VS അച്യുതാനന്ദൻ പിണറായിയുടെ യാത്രയുടെ അവസാനം ഈ പറയുന്ന ശംഖുമുഖം കടപ്പുറത്ത് എത്തിയിട്ടുള്ളത് അങ്ങ് കണ്ടിട്ടുള്ളതല്ലേ? അപ്പോൾ അതാണ് ഈ പറയുന്ന കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടൽ, അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ ശക്തി, വരച്ച വരയിൽ നിർത്തൽ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതല്ലാതെ അപ്പുറത്തേക്ക് മാറിയിരുന്നിട്ട് പിന്നെ സംഘടനയ്ക്കൊപ്പമാണ് എന്ന് അങ്ങ് പറഞ്ഞാൽ അതെങ്ങനെയാണ് അതിന്റെ യാഥാർത്ഥ്യമാവുക? ഇത് ഇപ്പം അവർ ആ 9 പേരും ആ കൗൺസിലേഴ്സ് ഇപ്പം ഈ പറഞ്ഞ പ്രശ്നമുണ്ട് എന്ന് പറയുന്ന അവർ ആ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ കിടന്ന് മാധ്യമങ്ങൾക്ക് വരകാം. അതിൻ്റെ പേരിൽ ആ നടക്കുന്ന ഒരു ചടങ്ങിൻ്റെ ആ ഒരു ശോഭ കെടുത്താൻ വേണ്ടി നിങ്ങൾ മാധ്യമങ്ങളും അല്ലാത്തവരുമായിട്ട് ഒരു ഷോ എവിടെ കാണിക്കാനുള്ള നിങ്ങളുടെ അവസരം നഷ്ടപ്പെട്ടു പോയതിന്റെ നിരാശ കൂടിയാണ് വേണു ഈ പറയുന്നത്. ഒരാളുടെ വാദത്തിന് നല്ലൊരു ബലമുണ്ടാകണം. അങ്ങ് ഇപ്പൊ പറഞ്ഞത് ആർക്ക് വേണ്ടിയിട്ടാണ് അങ്ങയുടെ ഇങ്ങനെ വാദം? അവിടെ ഇവരെല്ലാവരും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ മാധ്യമങ്ങൾ കയറിയിറങ്ങി അതിന്റെ ശോഭ കെടുത്തുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്.